എലപ്പുള്ളി ബ്രൂവറിക്കെതിരായ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കാനിരിക്കെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധിച്ച് പ്രതിഷേധം. ലൈഫ് മിഷൻ, കുടിവെള്ളം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിലെ വീഴ്ചയ്ക്കെതിരെയാണ് ഉപരോധമെന്ന് സിപിഎം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. സാജിദ് അജ്മൽ ചേരുന്നു വിവരങ്ങളുമായി. സാജിദ്, ഇപ്പോൾ അറസ്റ്റ് നടപടികൾ തുടങ്ങിയോ? അറസ്റ്റ് നടപടികൾ തുടങ്ങി. കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനിടയിൽ ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് പോലീസിന് ഈ സിപിഎം നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നിരവധി പ്രവർത്തകരാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്നത്. ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വലിയ ഉപരോധം തീർത്തു. കോൺഗ്രസ് ആരോപിക്കുന്നത് ഇന്ന് ഒയാസിസ് കമ്പനിക്കെതിരെ വളരെ സുപ്രധാനമായ ഒരു ബോർഡ് യോഗം ചേരുകയാണ്. നിയമ നടപടി അടക്കം സ്വീകരിക്കാൻ തീരുമാനിക്കുന്ന ഒരു ബോർഡ് യോഗമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ ഗ്രാമസഭ ചേർന്ന് ഒയാസിസിനെതിരെ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിന് അംഗീകാരം കൊടുക്കുക, ഇത് തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നാണ്. എന്നാൽ സിപിഎം പറയുന്നത് നേരത്തെ തന്നെ തങ്ങൾ തീരുമാനിച്ച ഒരു സമരമാണ്, അന്ന് ബോർഡ് യോഗം വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകരും സിപിഎം പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസും സിപിഎം പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിന്റെ നേതൃത്വത്തിൽ പൊള്ളാച്ചി പാലക്കാട് പാത ഈ പലപ്പോഴും ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. എന്തായാലും നിലവിൽ ഈ സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഏരിയ സെക്രട്ടറി സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. സിപിഎമ്മിന്റെ നിരവധി പ്രവർത്തകരാണ്, വനിതാ പ്രവർത്തകർ അടക്കം നിരവധി പേരാണ് ഉള്ളത്. കോൺഗ്രസിന്റെ എന്തായാലും സമരം അവസാനിച്ചിരിക്കുന്നു. സമരം രാജ്യത്ത് ഇപ്പോൾ എന്ത് അനുനയ ശ്രമത്തിലാണ് പ്രതിഷേധക്കാർ വഴങ്ങിയിരിക്കുന്നത്? എങ്ങനെയാണ് സമരം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഈ പല സമയത്തും പോലീസ് ഈ സമരം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളെയും പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും അകത്തേക്ക് കയറ്റിവിടണമെന്ന് പറഞ്ഞു. അതിന് അനുവദിച്ചിരുന്നില്ല. പിന്നീട് ഇതിന്റെ ഉദ്ഘാടനം അടക്കം ചെയ്തിരുന്നു. അതിനുശേഷം ആണ് പിന്നീട് സമരം തുടരാൻ ഈ ചെയ്യാൻ. അപ്പോ ഇപ്പോൾ എന്തായാലും സമരം അവസാനിപ്പിച്ചതായി ജില്ലാ കമ്മിറ്റി അംഗമായ ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ നേതാവ് കൂടിയായ ആളുകൾ നിതിൻ കണിച്ചേരി അടക്കം അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമരം അവസാനിച്ചിരിക്കുന്നു. ഇനി ഭരണസമിതി യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരുപക്ഷെ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകാം. കാരണം ഈ 9 പേരാണ് കോൺഗ്രസിന്റെ മെമ്പർമാരായുള്ളത്, 8 പേർ സിപിഎമ്മിന്റെ മെമ്പർമാരുണ്ട്, ബിജെപിക്ക് 5 ആളുകളുണ്ട്. ഇതിൽ ഉപരോധവുമായി ബന്ധപ്പെട്ടും ഇന്ന് ഒയാസിസിനെതിരെ സുപ്രധാനമായ തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരുപക്ഷെ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. സിപിഎമ്മിന്റെ പ്രവർത്തകർ ഉടൻ തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവും മറ്റാളുകളും ഇപ്പോഴെന്തായാലും പഞ്ചായത്തിന്റെ ഗേറ്റ് തുറന്ന് ഇരിക്കുന്നു. ഈ പഞ്ചായത്തിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് എന്താണ് ചേച്ചി? പഞ്ചായത്തിലെ വെള്ളം എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 17 കരിമ്പേങ്കോട് പ്രദേശത്ത് പഞ്ചായത്തിന്റെ പൈപ്പ് ലൈൻ ഉണ്ടായിട്ടും കൃത്യമായി കുടിവെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, കുടിവെള്ളം ഉണ്ടായിട്ടെന്ന് പറയണമെങ്കിൽ കുടിവെള്ളത്തിന് വേണ്ടി വന്ന സമരം എല്ലാ സമയമുണ്ട്. അപ്പൊ ഈ പഞ്ചായത്തിൽ നിന്ന് എത്ര ലോറി വെള്ളം ഞങ്ങൾക്ക് തന്നു ഈ മെമ്പറിനോട് ചോദിച്ചു. 17-ാം വാർഡ് മെമ്പറിനറിയും എത്ര വെള്ളം കൊണ്ട് തന്നു പറഞ്ഞു ശരവണകുമാർ. അപ്പൊ അവൻ എത്രയോ ലോറി വെള്ളം കൊണ്ട് തന്നിട്ടാ ഞങ്ങൾ ഈ കരിമീൻകോട്ടിൽ ജീവിച്ചത്. ഇന്ന് വെള്ളത്തിന് പോയപ്പോ പറയുന്നത് എന്താണ്? ഇവിടെ ഈ ഒയാസിസ് കമ്പനി വന്നാൽ കുടിവെള്ളം മുട്ടുമെന്നൊരു ആശങ്കയും പറയുന്നു പലരും. കുടിവെള്ളം ഞങ്ങളുടെ മുട്ടില്ലല്ലോ, ഞങ്ങൾക്കില്ലല്ലോ. എന്താ ഇങ്ങനെ ഇവിടെ കൊടുത്ത ഈ പരാതിന് ഈ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സിപിഎമ്മിന്റെ സമരത്തിന് വന്ന ആളുകൾ പറയുന്നത്. കലക്ടറിന്റെ അവിടെ നിന്ന് MLA അവിടെ പോയി എന്നിട്ട് ഇവിടെ വന്ന ഇപ്പൊ കലക്ടർക്ക് നോട്ടീസ് അയച്ചിരിക്കുക. ഇവർ ഇവിടെ അങ്ങനെ അയക്കും.
എന്റെ പേരിൽ അയച്ചു നോട്ടീസ്. ഇതാണ് ഈ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ തങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വീട്ടമ്മമാരും വയോധികരായ ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. മറുഭാഗത്ത് ഈ ഒയാസിസ് കമ്പനി വന്നാൽ കുടിവെള്ളം മുട്ടുമെന്ന് ഒരു വിഭാഗം പറയുന്നു. ഈ രീതിയിൽ ആണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇത് ആരിനെ ഇരുത്തണ്ടെന്ന് പറയുന്നത്? അമ്മച്ചി സമരം നിർത്തിയെന്ന് പറയുന്നത്? അവരെ നിർത്തിയില്ല, എനിക്ക് പിടിക്കണല്ലോ. എനിക്ക് വെള്ളം വേണം, കുടിവെള്ളം. എനിക്ക് വെള്ളം നിർത്താൻ പറ്റില്ല. ഇത് വായിക്ക്. ആരവിടെ ഇരുത്തണ്ടെന്ന് പറയുന്നത്? ആരാ ഇരുത്താ പറഞ്ഞ? കുടിവെള്ളം തരാത്തവർ എന്തിനാണ് ഇവിടെ? 10 ദിവസം കഴിഞ്ഞാൽ ഇറങ്ങി ഓടും ചെയ്യും. അമ്മ ഇവിടെ തന്നെ ഇരിക്കണോ? ഞങ്ങൾ നാഴിയാരിയിട്ട് കഞ്ഞി വെച്ച് കുടിച്ചാലും പണി ഇരിക്കാം. അവനെ കഴിക്കണ്ട. പൈപ്പ് വെള്ളം എടുക്കാൻ പറ്റില്ല. പണ്ട് പണമില്ല എന്ന് പറയാൻ എവിടെ? ഇത് കിട്ടിയ പണമൊക്കെ എവിടെ? കിട്ടിയ പണം കിട്ടണ്ടേ? അവിടെ പോയാ കൊടുത്ത പരാതിയാണ്. കളക്ടർ എന്താ പറഞ്ഞ? കളക്ടറിന്റെ പഞ്ചായത്തിൽ പണ്ട് 8 കോടി ഉറുപ്പിക കിടക്കുന്നുണ്ട്. ആ 8 കോടിയിലേക്ക് എടുത്തിട്ട് കുറച്ച് വീട്ടിൽ 47 വീട്ടിനുള്ള വെള്ളം തരണം പറഞ്ഞു. ഞാൻ അവിടെ പോയി. ഞങ്ങൾ പോയില്ലേ? ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് വെള്ളമുണ്ട്. കുടിക്കാൻ പറ്റാത്ത വെള്ളമാണ് ഞങ്ങൾക്കുള്ളത്. കുടിക്കാൻ പറ്റാത്ത വെള്ളം അത് എപ്പോഴെങ്കിലും വരും. 3 മാസം കണ്ടു. ഒരിക്കലും വെള്ളം കേട് വന്നു കഴിഞ്ഞാൽ 3 മാസം വെള്ളമില്ല. അങ്ങനെ കുടിവെള്ളം എലപ്പുള്ളി ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന്റെ ഒരു അടിസ്ഥാന പ്രശ്നമാണ് എന്നതിൽ സംശയമില്ല. ഈ CPM-ന്റെ സമരത്തിന് വന്ന ആളുകളാണ് നമ്മളോട് പ്രതികരിച്ചത്. അവർക്ക് പഞ്ചായത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ട് എന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പറയുന്നത് ഈ ഒയാസിസ് കമ്പനി വന്നാൽ വലിയ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഭരണസമിതി യോഗം അല്പസമയത്തിനുള്ളിൽ ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടി ഈ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വരുന്നു. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഈ മെമ്പർമാർ അടക്കമുള്ള ആളുകൾ ഈ ബ്ലൂവറിക്കായി സമരം നടത്തിയ CPM എന്നുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ ഈ പഞ്ചായത്ത് ഈ ഭരണസമിതി അംഗങ്ങളാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ CPM-ന്റെ സമരം ഒയാസിസിന് വേണ്ടി ആണ് എന്നുള്ളതാണ് പറയുന്നത്. അത്തരം രാജ്യത്തിപ്പോൾ ഒരു വശത്ത് പ്രതിഷേധം അവസാനിച്ചപ്പോൾ മറ്റൊരു വശത്ത് ശക്തമായ മുദ്രാവാക്യം വിളികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് അധിക സമയം നീണ്ടുപോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ മെമ്പർമാരുമാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. കോൺഗ്രസ് ഈ പ്രവർത്തകരാണ് ഇവരെല്ലാവരും തന്നെ. ഇവർ ഈ CPM-ന്റെ സമരത്തിനെതിരെ, അത് ഒയാസിസിന് വേണ്ടിയുള്ള ഒരു സമരമാണ് എന്ന മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി ഈ യോഗ നടപടികളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ബ്ലൂവറിക്ക് വേണ്ടിയുള്ള ഒരു സമരം എന്നുള്ളതാണ് ഈ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും എല്ലാം തന്നെ മുദ്രാവാക്യത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എലപ്പുള്ളിയിലേത് എന്നതിൽ സംശയമില്ല. നേരത്തെ ഈ സമരത്തിന് വന്ന വയോധിക ഉൾപ്പെടെ ഈ കുടിവെള്ളം അത് പഞ്ചായത്തിന്റെ വീഴ്ചയാണ്. ഈ കളക്ടർ അടക്കം ഇതിലുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് ഫണ്ട് അനുവദിച്ചു എന്ന് കത്ത് നൽകിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പഞ്ചായത്ത് ഈ ഭരണസമിതി അംഗങ്ങൾ സാജിദ് അജ്മലാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസ്
ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ സംസാരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ പുറത്തു നിർത്തി, ഭരണസമിതി അംഗങ്ങളെ പുറത്തു നിർത്തി, ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ കാര്യങ്ങളുണ്ട്, ഇതിനിടയ്ക്കാണ് തടസ്സപ്പെടുത്തിയ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു പഞ്ചായത്തിന്റെ ഒരു യോഗത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, നിലവിൽ ഒരു വ്യവസായ സ്ഥാപനം, അത് ഈ മദ്യശാലയാണെങ്കിൽ ഉൾപ്പെടെ തുടങ്ങുന്നതിന് ഈ നിയമങ്ങളിൽ വലിയ ലഘൂകരണം ഉണ്ട്. കാരണം നേരത്തെ പഞ്ചായത്തിന്റെ ലൈസൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ അത് അല്ല, ഇപ്പോൾ ആ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. കാരണം ഏകജാലക സംവിധാനത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഈ ലൈസൻസ് ഈ ഒയാസിസ് മദ്യശാലയ്ക്ക് നൽകാനാണ് സർക്കാർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ ഒരു യോഗം ഈ പാലക്കാട് ജില്ലയിൽ തന്നെ പ്ലാച്ചിമടയിലെ പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിൽ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊക്കക്കോള എന്ന അന്താരാഷ്ട്ര കമ്പനിക്കെതിരെ ഈ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്താണ് ആ കമ്പനി നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ CPM പ്രതിഷേധം അവസാനിപ്പിക്കാൻ